36 37 ആളായി. ഓക്കെ, ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിന്. സോ അതിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 2ാമത്തെ അസൈൻമെൻറ്റ്. അതും ആദ്യത്തെ അസൈൻമെൻറ്റ് പോലെ തന്നെ ഒരു 3 പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യാനുള്ളത്. വലിയ പണിയുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമ്മൾ ആദ്യം ചെയ്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ, ആദ്യത്തെ ചെറിയ ചെറിയ ടോപ്പിക്കിലാണ് ആദ്യത്തെ അസൈൻമെൻറ്റ് വന്നത്. ബിക്കോസ് ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരേണ്ടി വന്നു. ഈ ബാക്കി ആ മൊഡ്യൂളിൽ പഠിപ്പിച്ച ബാക്കി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നുള്ള അസൈൻമെൻറ്റ് തരുന്നത്. സോ ഒരു 2-3 ദിവസം എന്തായാലും ഉണ്ടാവും. അതായത് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അസൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്യാം, ആ പീരീഡ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്താൽ മതി. 6ാമത്തെ പീരീഡ് അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് കട്ടാവുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ആരെങ്കിലും വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് മൊഡ്യൂളാണ്. വി റീച്ച് ടു സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ടോപ്പിക് വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, നിങ്ങൾ +2 ക്ലാസ്സിൽ റേ ഒപ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. ലൈറ്റിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഹൈസ്കൂളിൽ പഠിച്ചു, പിന്നെ +2 പഠിച്ചു. +2 നിങ്ങൾ പഠിച്ച കാറ്റഗറി റേ ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലത്തെ മെയിൻ അസംഷൻ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ട്രാവൽസ് എസ് എ റേ ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ പഠിച്ച മറ്റൊരു കാര്യമാണ് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. കൂടാതെ ചില ടേംസ് പഠിച്ചിട്ടുണ്ടാവും: ഒബ്ജക്റ്റ് ലെങ്ത്, ഇമേജ് ലെങ്ത്, ഫോക്കൽ ലെങ്ത്. സോ നിങ്ങൾക്ക് ലൈറ്റിനെ കുറിച്ചും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ധാരണ എന്തായാലും ഉണ്ടാവും. ഇവിടെ ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. ബൈ അസ്യൂമിങ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ആസ് വേവ്സ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോകാം. ഈ ലൈറ്റിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്തത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയത് 1st and 2nd century ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. സോ ഫേമസ് ഫിലോസഫേഴ്സ് സച്ച് സോക്രട്ടീസ് ആൻഡ് പ്ലേറ്റോ. സോക്രട്ടീസും പ്ലേറ്റോ ഒക്കെ പറഞ്ഞു ലൈറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഐസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ കണ്ണിൽ നിന്നാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് കണ്ണിൽ നിന്ന് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസ് ഒറിജിനേറ്റ് ചെയ്ത് ഒബ്ജക്റ്റിൽ കൊളൈഡ് ചെയ്യുമ്പോൾ, ഒബ്ജക്റ്റിൽ തട്ടുമ്പോഴാണ് നമ്മൾ ഒരു വസ്തു കാണുന്നത് എന്നാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, ഈവൻ പൈത്തഗോറസ് പോലും വിശ്വസിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അവർ തിയററ്റിക്കലായി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ആ തിയറിയിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ഡിഫൈൻ ഡാർക്ക്നെസ്. അതിന് ഡാർക്ക്നെസ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഐസാണ് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് രാത്രിക്ക് അല്ലെങ്കിൽ ഇരുട്ടത്ത് കണ്ണ് കാണാൻ, പിന്നെ നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാത്തത്? അതിൻ്റെ അർത്ഥം നമ്മുടെ കണ്ണിൽ നിന്നല്ല ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഡസൻറ്റ് ഒറിജിനേറ്റ് ഫ്രം അവർ ഐസ്. ഇത് ജസ്റ്റ് ഒരു ലൈറ്റിനെ കുറിച്ചുള്ള ഒരു അമേച്ചർ തിയറി മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ലൈറ്റിനെ കുറിച്ച് കുറച്ചും കൂടി ലോജിക്കലായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു അറബ് സയന്റിസ്റ്റ് ആണ്, ഒരു അറബ് മാത്തമാറ്റീഷ്യൻ. ഹിസ് നെയിം ഈസ് അബു അൽ ഹസൻ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അൽ ഹസനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാന്ന് തോന്നുന്നത്, അബു അൽ ഹസൻ എഴുതുന്ന. ഓക്കെ, ഹി സെഡ് ദാറ്റ് ലൈറ്റ് ഡസൻറ്റ് ഒറിജിനേറ്റ് ഫ്രം അവർ ഐസ്. നമ്മുടെ കണ്ണിൽ നിന്നല്ല ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഒറിജിനേറ്റ് ഫ്രം എ ലൈറ്റ് സോഴ്സ്. അതായത് സൂര്യനെ പോലുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നാണ് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ആൻ ഒബ്ജെക്ട് ആൻഡ് റീച്ച് ടു യുവർ ഐസ്. അതായത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നതെന്ന് അൽ ഹസൻ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് മോർ ലോജിക്കൽ എക്സ്പ്ലനേഷൻ. അത് കുറച്ചും കൂടി ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. കാരണം അത് വെച്ച് നമുക്ക് ഡാർക്ക്നെസ്സിനെ ഡിഫൈൻ ചെയ്യാം. വെൻ ലൈറ്റ് സോഴ്സ് ഈസ് അബ്സെന്റ്, ലൈറ്റ് സോഴ്സ് അബ്സെന്റ് ആകുന്ന സമയത്ത്, ഇഫ് ദർ ഇസ് നോ ലൈറ്റ് സോഴ്സ്, ദാറ്റ് മീൻസ്
ദർ ഈസ് നോ ലൈറ്റ് ടു റിഫ്ലക്ട് ഫ്രം ദി ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെത്താൻ ലൈറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നമുക്ക് ഒബ്ജക്റ്റും കാണാൻ പറ്റില്ല. ദാറ്റ് ഡിഫൈൻസ് ഡാർക്ക്നെസ്. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് അമാച്ചർ തിയറികളാണ്, ലൈറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ്ലി ലൈക്ക് ലൈറ്റിനെ ഒരു തിയററ്റിക്കൽ മോഡലിലേക്ക് ലൈറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തത് ന്യൂട്ടൺ ആണ്, ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. സോ ഹീ സെഡ് ദാറ്റ് ലൈറ്റിനെ കുറിച്ച് ഐസക് ന്യൂട്ടന്റെ തിയറിയുടെ പേരാണ് കോർപ്പസ്കുലാർ തിയറി. കോർപ്പസ്കുലാർ തിയറി. And Isaac Newton said that light consists of a lot of light particles or corpuscles. ന്യൂട്ടൺ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് എന്ന് പറയുന്ന കുറെ കോർപ്പസ്കിൾസ് അല്ലെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പറഞ്ഞ പ്രകാശ കണികകൾ അടങ്ങിയതാണ് ലൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ആ ന്യൂട്ടന്റെ തിയറി വെച്ചിട്ട് നമുക്ക് റിഫ്ലക്ഷൻ ഒക്കെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അതായത് കോർപ്പസ്കിൾസ് എന്നിട്ട് ഒരു സർഫസിൽ തട്ടുന്നു, റിഫ്ലക്റ്റീവ് സർഫസിൽ തട്ടുന്നു, തിരിച്ച് കൊളൈഡ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. ഒരു റബ്ബർ ബോൾ, നമ്മുടെ റബ്ബർ ബോൾ നമ്മളൊരു വാളിന് നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുമരിന് നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടി തിരിച്ചു വരുന്ന പോലെ കോർപ്പസ്കിൾസ് റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ കടന്നു പോകുന്നു. റിഫ്രാക്ഷനും റിഫ്ലക്ഷനൊക്കെ reflection and refraction can be defined using Newton's corpuscular theory. But there is a problem. പക്ഷേ അപ്പൊ അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇത് നടക്കുന്ന ഒരു 1800 അല്ല, ന്യൂട്ടണൊക്കെ ജീവിച്ചിരുന്ന 1700s തോന്നുന്നു. സോ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലൈറ്റിനെ കുറിച്ച് ഇത്രയ്ക്ക് ഒരു ഡെഫിനിഷൻ മതിയായിരുന്നു. സോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ഡെഫിനേഷന്റെ ആവശ്യകത വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ in 1800s തുടക്കത്തിൽ there is a scientist named തോമസ് യങ്. He said that അല്ലെങ്കിൽ he conducted an experiment. തോമസ് യങ് ഒരു എക്സ്പെരിമെന്റ് നടത്തി. എന്താ വെച്ചാൽ ആദ്യം തോമസ് യങ് ചെയ്തെന്താ വെച്ചാൽ ഒരു ചെറിയ സ്ലിറ്റിൽ കൂടി സൺലൈറ്റ് കടത്തി വിട്ടു. അത്യാവശ്യം വലിപ്പുള്ള ലൈറ്റ് കടക്കാവുന്ന ഒരു സ്ലിറ്റിൽ കൂടി സൺലൈറ്റ് കടത്തി വിട്ടു. ആൻഡ് ഇപ്പുറത്തൊരു സ്ക്രീനും വെച്ചു. വേറൊരു ലൈറ്റ് സോഴ്സും പുറമേന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്, ലൈറ്റ് വിൽ സ്പ്രെഡ് ഔട്ട്. ലൈറ്റ് സ്പ്രെഡ് ഔട്ട് ചെയ്തു സ്ക്രീനിലേക്ക്, അതായത് ലൈറ്റ് മൊത്തം സ്ക്രീനിലേക്ക് വന്നു. സോ ഇവിടെ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനോൺ നടക്കുന്നുണ്ട്. പക്ഷെ തോമസ് യങ് അത് ശ്രദ്ധിച്ചില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അത് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. നമ്മൾ ചെറിയ ഹോളിലെ ലൈറ്റ് കടത്തി വിടുമ്പോൾ ലൈറ്റ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഇവിടെ മൊത്തം ലൈറ്റ് കാണുന്നു. ഓക്കെ, ലോജിക്കലി അത് ശരിയായിരുന്നു. തോമസ് യങ് പ്രതീക്ഷിച്ചത് അതാണ്. പക്ഷെ അടുത്തായിട്ട് തോമസ് യങ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ വെയിറ്റ്, നിങ്ങൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് +2 പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ്. സോ അടുത്തായിട്ട് തോമസ് യങ് ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു സ്ലിറ്റ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്ലിറ്റ്, തോമസ് യങ് ആദ്യം ഉണ്ടാക്കിയ സ്ലിറ്റിൽ നിന്നിട്ട് തൊട്ടടുത്ത് നിയർ ടു ഇറ്റ് ഹി ക്രിയേറ്റഡ് ന്യൂ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണപ്പെട്ടത് ഡാർക്ക് സെൻട്രൽ സ്പോട്ടിൽ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഒരു ഫ്രിഞ്ചും പിന്നെ ഡാർക്ക്നെസ്സും പിന്നെ കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസും കണ്ടു. ഇറ്റ് ഈസ് എ സർപ്രൈസിങ് റിസൾട്ട്. തോമസ് യങ്ങിന്റെ കാര്യത്തിൽ അതൊരു സർപ്രൈസിങ് റിസൾട്ട് ആണ്. വൈ? ബിക്കോസ് അതുവരെ തോമസ് യങ്ങിന് അറിയാവുന്ന ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറിയാണ്. സോ ഹി ആഡഡ് ലൈറ്റ്. ആദ്യം ഒരു സിംഗിൾ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് ആഡ് ചെയ്തു. സോ ലൈറ്റ് സ്പ്രെഡ് ഔട്ട് റീച്ച്ഡ് സ്ക്രീൻ. അപ്പോൾ ഒരു ഇന്റൻസിറ്റി കൊണ്ടു. അപ്പോൾ സ്ലിറ്റ് ഒന്നും കണ്ടില്ല, സോറി, അപ്പോൾ പാറ്റേൺ ഒന്നും കണ്ടില്ല. പക്ഷെ ഒരു സ്ലിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഇറ്റ് മീൻസ്, ഹി ആഡ് അപ്പ് ലൈറ്റ്. തോമസ് യങ് ലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈറ്റ് കാണുന്നുണ്ട്. ഇപ്പൊ ഫ്രിഞ്ചിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോമൺ, ഇറ്റ് ഈസ് ജനറൽ. ലൈറ്റ് ആഡ് ചെയ്താൽ ലൈറ്റ് കാണും. പക്ഷെ ചില പൊസിഷനിൽ ഡാർക്ക്നെസ് കാണുന്നുണ്ട്. ഹിയർ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഡാർക്ക് ബാൻഡ്സും അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ചസും കാണുന്നുണ്ട്. And it is a surprising result. Why? Because he adds up light and he get dark at some position. അതായത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. We pour some water into glass. കുറച്ച് കഴിയുമ്പം കുറച്ചും കൂടി അതേ ക്വാണ്ടിറ്റി കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിക്കുന്നു. പെട്ടെന്ന് ഗ്ലാസ്സിലെ വെള്ളം ഇല്ലാതെ, സാധാരണഗതിയിൽ വെള്ളം കൂടുതലല്ല വേണ്ടത്, പക്ഷെ വെള്ളം ഇല്ലാതായി പോകുന്നു. അതുപോലൊരു റിസൾട്ട് ആയിരുന്നു
തോമസ് യങ്ങിന്റെ കാലഘട്ടത്തിൽ ഈ റിസൾട്ട് കിട്ടുമ്പോൾ ആൾക്കാർ ചിന്തിക്കുക വൈ. സോ അത് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ദ ഫസ്റ്റ് റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെന്റ് ഈസ് ദാറ്റ് ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി ഈസ് നോട്ട് ഏബിൾ ടു പ്രഡിക്ട് ഓൾ ദി ഫിനോമിനൻ ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പ്രഡിക്ട് ചെയ്യാൻ ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി കൊണ്ട് പറ്റൂല. സോ വി നീഡ് അനദർ തിയറി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ലൈറ്റിന്റെ ഈ പ്രോപ്പർട്ടി, അതായത് ഇന്റർഫറൻസ് പാറ്റേൺസ് the property of light which brings interference pattern must be described from another theory. So okay, so there exists a scientist named Christian Huygens. Christian Huygens എന്ന് പറയുന്ന ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. He said that Christian Huygens said that light is propagated through a medium in form of transverse wave. ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ് നമ്മൾ വേവ്സിന്റെ സെക്ഷനിൽ പഠിച്ചു. അതായത് പ്രൊപ്പഗേഷൻ ഒരു ഡയറക്ഷനിലേക്കാണെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം ഓസിലേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. സോ ക്രിസ്ത്യൻ ഹൈജൻസ് സെഡ് ദാറ്റ് light is propagated through a medium in form of transverse wave, and each point of source of light is center of disturbance. അതായത് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഡിസ്റ്റർബൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് വേവ് ആയിരിക്കും. വേവിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബൾബ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു വാട്ടർ വേവ് ആണ്. അതായത് ഒരു വാട്ടറിൽ നമ്മുടെ വെള്ളത്തിൽ ഒരു ശാന്തമായിട്ട് കിടക്കുന്ന വെള്ളത്തിൽ ഒരു കല്ല് വറക്കിയിട്ട് എന്ത് സംഭവിക്കും? വാട്ടർ വേവ്സ് ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഇത് വാട്ടർ വേവ്സ് ആണ് ശരിക്കും. സോ ക്രിസ്ത്യൻ ഹൈജൻസ് തിയറിയിൽ പറഞ്ഞത് സെയിം കാര്യമാണ്. ഹൈജൻസ് തിയറി, ഓക്കെ, ഹി സെഡ് ദാറ്റ് every point of source of light is center of disturbance from which the waves are propagated in all direction. ഇതാണ് ഒരു ലൈറ്റ് സോഴ്സ്. ഇത് കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് എ ലൈറ്റ് സോഴ്സ്. Then what happens? He said that the wave will propagate in every direction in form of transverse wave. എല്ലാ ഡയറക്ഷനിലേക്കും ഈ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന്. സോ വി ക്യാൻ സീ ദാറ്റ്, അതായത് ഇതൊരു 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. വാട്ടർ വേവ്സിന്റെ 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഈ കൺസിഡർ ലൈറ്റ് ഇപ്പൊ 2 ഡയമെൻഷനിലാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ കൺസിഡറിങ് ദാറ്റ് ഇഫ് ദിസ് ഈസ് എ ലൈറ്റ് സോഴ്സ്, ഇത് ഇവിടെ ഒരു ബൾബോ എന്തെങ്കിലും ലൈറ്റ് സോഴ്സ് ആയിക്കോട്ടെ, ലൈറ്റ് ട്രാവൽസ് എസ് ട്രാൻസ്വേഴ്സ് വേവ് ഔട്ട് ഓഫ് ദിസ് സോഴ്സ്. ഈ സോഴ്സിന്റെ പുറത്തേക്ക് ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അത്ര ഹൈജൻസ് തിയറി പറയുന്നുള്ളൂ. അപ്പൊ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഹൈജൻസ് ഹലോ, സ്ക്രീൻ കാണുന്നില്ല. ഇപ്പഴാണോ കാണാത്ത? അല്ല, ആദ്യം മുതലേ കാണുന്നില്ലായിരുന്നു. അത് ശരി, അത് നേരത്തെ പറയാന്. ഓക്കെ 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 അതെ. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? ഹലോ, ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. സോ അപ്പൊ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തതിനൊന്നും സ്ക്രീനിന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. ഞാൻ പ്രസന്റ് ചെയ്യാൻ മറന്നു, അതായത് പ്രസന്റേഷൻ ഓണാക്കാൻ മറന്നു പോയതാണ്. സോ ഇതുവരെ പറഞ്ഞ ഇതാണ്, ലൈറ്റിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു. ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അപ്പൊ ഇവിടെ മുതൽ മനസ്സിലാക്കിയാൽ മതി. അതായത് തോമസ് യങ് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഓക്കെ, ആദ്യം തോമസ് യങ് ഒരു സ്ലിറ്റിൽ കൂടി ലൈറ്റ് കടത്തി വിട്ടു. ലൈറ്റ് സ്ക്രീനിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്, അത് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം ചെയ്ത് തോമസ് യങ് വേറെ റിസൾട്ടും കൂടി ഉണ്ടാക്കി ലൈറ്റ് കടത്തി വിട്ടു. പക്ഷേ സർപ്രൈസിങ് റിസൾട്ട് വന്നു. ഹീസ് ഇൻ കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് വന്നു. അപ്പോൾ അത് തെളിയിച്ച ഒന്നാമത്തെ കാര്യം, ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി വെച്ച് മാത്രം ലൈറ്റിന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് അനദർ തിയറി ടു എക്സ്പ്ലെയിൻ ദിസ് പ്രോപ്പർട്ടി. വൈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഗിവ്സ് ഇന്റർഫറൻസ് പാറ്റേൺ. എന്തുകൊണ്ടാണ് ഇന്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നത്? സോ വി ഹാവ് ഡച്ച് ഫിസിസിസ്റ്റ് ക്രിസ്ത്യൻ ഹൈഗൻസ് ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തു. ഹി സെഡ് ദാറ്റ് ഫ്രം എ സോഴ്സ്, ഇതാണ് ബൾബെങ്കിൽ, ഫ്രം എ സോഴ്സ് ദ waves are propagating out of
this source in the form of light is propagating through medium in the source of transverse wave. ഇതൊരു ബൾബ് ആണെങ്കിൽ ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് പുറത്തോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ, അതവിടെ അങ്ങനെ നോക്കിയാൽ മതി. നൗ ഇന്റർഫറൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തോമസ് എങ്ങനെ എന്താ ചെയ്തേ, 2 സ്ലിറ്റ് എടുത്തെടുത്തുണ്ടാക്കി, 2 ട്രാവലിംഗ് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന വേവ്സ് അല്ല, ഇപ്പൊ ലൈറ്റ് വേവ്സ് നിങ്ങൾ പറഞ്ഞിട്ട് ലൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന 2 സ്ലിറ്റ് ഒരുമിച്ചുണ്ടാക്കി. സോ ഇഫ് വി കമ്പയർ വാട്ടർ വേവ്സ് അല്ലെങ്കിൽ വാട്ടറിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് ലൈറ്റ് വേവ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ 2 വാട്ടർ വേവ്സ് എടുത്തെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, സോഴ്സിൽ നിന്ന് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് വാട്ടർ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ബട്ട് ലുക്ക് ഹിയർ, ആഫ്റ്റർ സം ടൈംസ് the waves from 2 sources, if this is wave 1, this is wave 2, after some time the waves from S1 and S2 will interfere, that mix ചെയ്യാൻ തുടങ്ങും, and it will give an pattern. Here നമുക്ക് ഇവിടെ അവസാനം പാറ്റേൺ ഉണ്ടാകുന്നുണ്ടാകും. ഇവിടെ ഒരു ഹൈ പീക്ക്, ഇവിടെ ഒരു ഡൗൺ, ഇവിടെ ഒരു ഹൈ പീക്ക്, ഇവിടെ ഒരു വാലി. സോ ഹിയർ വി ഹാവ് എ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നതാണ്. സോ വാട്ട് റിയലി ഹാപ്പൻസ്, അതായത് 2 സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്നു, ലൈറ്റ് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവിന്റെ രൂപത്തിലാണ് ആഫ്റ്റർ സം ടൈം. അപ്പം നമ്മൾ വി ആർ ടേക്കിംഗ് നിയർലി 2 സോഴ്സസ്. ആഫ്റ്റർ സം ടൈം ദിസ് ട്രാൻസ്വേഴ്സ് വേവ് മിക്സ് അപ്പ് ആൻഡ് ഗിവ് ഇന്റർഫറൻസ് പാറ്റേൺ. പക്ഷെ പ്രശ്നമുണ്ട്, ഈ ട്രാൻസ്വേഴ്സ് വേവ് superimpose each other and give interference pattern. How? അതെങ്ങനെയാണ് കിട്ടുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ഓക്കെ കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതി ഞാനിവിടെ വേവ് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കൺസിഡർ ദിസ് ഈസ് എ സോഴ്സ് ഓഫ് വേവ്. ഇത് എന്തെങ്കിലും ഒരു വേവ് ആയിക്കോട്ടെ. ഓക്കെ, consider this is a source of wave. This is a source of wave. This is a transverse wave, and look that this transverse wave can be represented as a sine function, that is y equal to a sin omega t. ഈ ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് y equal to a sin omega t റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വൈ, നമ്മൾ സൈൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിലർ വേവ് ലൈക്ക് ദിസ്. സൈൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാനായിരുന്നു, വി ആർ പ്ലോട്ടിംഗ് സൈൻ ഫംഗ്ഷൻ very similar wave like this. Why? Because sine function oscillate between values +1 and -1. So here the y value, the vertical displacement value, oscillate between +a and -a. This is what here happening. ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. What are these peaks are called? These peaks are called crust. ഈ പീക്സിനെ പറയുന്ന പേരാണ് crust. ഒരു വേവിന്റെ ബേസിക് പ്രോപ്പർട്ടി ആണ് പറയുന്നത്. And these valleys are called trough. വാലീസിന്റെ പേരാണ് trough. കൂടാതെ ഈ ഒരു വേവ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വേറൊരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. അതായത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ലെങ്ത് ആണ് വേവ് ലെങ്ത് പറയുന്നത്. സോ ദിസ് ഈസ് ദ വേവ് ലെങ്ത്. ഒന്നെങ്കിൽ ഒരു ട്രഫും അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ട്രഫിലും ഡിസ്റ്റൻസ്. ആൻഡ് ടൈം നീഡഡ് ടു ദിസ് കംപ്ലീറ്റ് ഓസിലേഷൻ. ഈ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തിന്റെ പേരാണ് ടൈം പീരീഡ്. ഇതൊക്കെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഓൾസോ ഹൗ മെനി ഓസിലേഷൻസ് ദ വേവ് കംപ്ലീറ്റ്സ് ഇൻ 1 യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ വേവ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ആൻഡ് ഫ്രീക്വൻസി ഈസ് റിലേറ്റഡ് ടു ടൈം പീരീഡ് ആസ് 1/t. ഓക്കെ, സോ ഇതാണ് ബേസിക് കാര്യങ്ങൾ. സോ നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേവിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സോഴ്സ് ഓഫ് വേവ് ആണ് കൺസിഡർ ചെയ്യുക. അതായത് വേവ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് വേവ്? വേവ്സിന്റെ പീക്സിന് പറയുന്ന പേരാണ് ക്രസ്റ്റ്, ആൻഡ് വാലീസിന് പറയുന്ന പേരാണ് ട്രഫ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ consecutive crust or trough is called 1 wavelength, and the time needed to complete 1 oscillation is the time period. And also we defined frequency. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, നമ്മൾ y ഈക്വൽ ടു സം a sin x
consider that we plot y equal to some a sin x. Okay. നമ്മൾ ഈ y ഈക്വൽ ടു എ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, വി ഗെറ്റ് സിമിലർ ഗ്രാഫ്. നമുക്ക് ഇത് സിമിലർ ഗ്രാഫ് കിട്ടും. ഇറ്റ് സിമിലർ ഗ്രാഫ് where the top position is, okay, this is the y axis, this is the x axis. For top position give plus a, and here we have minus a. That means the y value oscillate between plus a and minus a. അതാണ് അതൊരു ബേസിക് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്കൊരു സൈൻ ഫംഗ്ഷൻ കൊണ്ട് പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, now we move to superposition principle. Okay, consider that we have a wave here. നമുക്ക് ഇവിടെ ഒരു ഓറഞ്ച് വേവ് ഉണ്ട്. ഓറഞ്ച് വേവ് എന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് വിളിച്ചാണ്. ഈ സോഴ്സ് 1-ൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇത് ഓറഞ്ച് വേവ് ആണെന്ന് വിചാരിക്കുക. Okay, and these two waves and this rose, there we have another wave, call it rose wave. ഈ കളർ വെച്ച് നമുക്ക് ഇതിനെ റോസ് വേവ് എന്ന് വിളിക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും. നമ്മൾ നേരത്തെ കണ്ടു വാട്ടർ വേവ്സിന് ഇന്റർഫറൻസ് കണ്ടു. അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് സോഴ്സിൽ നിന്നുള്ള വേവ്സ് കുറച്ച് കഴിയുമ്പം മിക്സപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. So what if this rose wave superimpose with orange wave? What happens? We know ഇത് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ആയിട്ട് നമുക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ, ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം ആക്റ്റഡ് ബൈ two or more waves simultaneously is equal to algebraic sum of displacement due to each wave. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് if we adding these two wave, ഈ ഓറഞ്ച് വേവും റോസ് വേവും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് ഈ രണ്ട് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ചെയ്തായിരിക്കും. ഓക്കെ, നമ്മളിതാ രണ്ട് റോസ് ആൻഡ് ഓറഞ്ച് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക. വി ആർ ആഡിങ് ദീസ് ടു ആംപ്ലിറ്റ്യൂഡ്സ് ഇൻ എവരിവെയർ. ഓക്കെ, ആൻഡ് അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഹയർ ഇന്റൻസിറ്റി. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു കിട്ടുന്ന റിസൾട്ടന്റ് വേവിന് ഹയർ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹയർ ഇന്റൻസിറ്റി എന്ന് പറയാൻ പറ്റും. ഹയർ ഇന്റൻസിറ്റി എന്ന് പറയാൻ കാരണം ഇന്റൻസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. സോ വെൻ വി ആഡ് ടു വേവ്സ് ഇൻ ഫേസ് ആയിട്ടുള്ള ടു വേവ്സ് ആഡ് ചെയ്യുമ്പോൾ വൈ ഇറ്റ് ഈസ് ഈ രണ്ട് വേവും ഇൻ ഫേസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ലുക്ക് ഹിയർ, ഈ രണ്ട് വേവും തുടങ്ങുന്ന ഒരേ പൊസിഷനിൽ നിന്നാണ്. Okay, these two waves start from the same position. ഈ രണ്ട് വേവും തുടങ്ങുന്ന ഒരേ പൊസിഷനിൽ നിന്നാണ്. Look at the starting point. So we can say these two waves are in phase. If we add two waves in phase, we get a resultant wave with higher amplitude or higher intensity, or the resultant intensity of the wave is the algebraic sum of the displacement due to each wave. അതായത് ഈ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ വലിയ വേവിന്റെ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ രണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയതാണ്. ആൻഡ് സച്ച് എ ഫിനോമിന ഇസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അതുപോലുള്ള ഫിനോമിനയുടെ പേരാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. Similarly, we are taking a wave source 1. നമ്മൾ നേരത്തെ മുകളിൽ കണ്ട അതേപോലത്തെ ഒരു വേവ് ആണ് വേവ് സോഴ്സ് 1, and we are now taking a pi shifted wave. What is a pi shifted wave? Pi shifted wave എന്ന് പറയുന്നത് ഈ വേവ് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് വേവ് 1 തുടങ്ങിക്കഴിഞ്ഞ് ഒരു പൈ സൈക്കിൾ കഴിഞ്ഞ്, അതായത് നമ്മൾ സൈൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ലേ സൈൻ ഫംഗ്ഷൻ തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇറ്റ് റീച്ച് π/2, പിന്നെ പൈയിലെത്തി 3π/2, then 2π. ഈ വേവ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. പക്ഷെ ലുക്ക് അറ്റ് ദി സ്റ്റാർട്ടിങ് ഓഫ് ദിസ് വേവ്. ഈ വേവ് തുടങ്ങുന്നത് π/2-ൽ നിന്നാണ്, പൈയിൽ നിന്നാണ്. ദാറ്റ് മീൻസ് the wave 3 started after the wave 1 completing one cycle. Wave 1 cycle complete ചെയ്ത് കഴിഞ്ഞ പൊസിഷനിൽ നിന്നാണ് വേവ് 3 തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് there is a phase difference of pi, or we can call wave 3 as a pi shifted wave. And if we mix these two waves, നമ്മൾ ഈ രണ്ട് വേവ്സും മിക്സ് ചെയ്യാന്ന് വിചാരിച്ചോ, what happens?
നമ്മൾ ഈ രണ്ട് വേവ് മിക്സ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ഇതാണ്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ദ ആൾജിബ്രൈക് സം ഓഫ് ഈച്ച് വേവ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ലെറ്റ് y1, ഇഫ് ഇത് y1ഉം ഇത് y2 ആണെങ്കിൽ ആൾജിബ്രൈക് സം ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്ടർ സം ആണെന്ന് പറയുന്നത്. സോ the resultant is given by y1 minus y2. Why? Because this is in opposite direction. In the displacement മുകളിലോട്ടും ഈ യെല്ലോ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. So we get the resultant intensity as y1 minus y2. Similarly here also we got 0. Here also we got y1 minus y2. If y1 is equal to y2, സെയിം ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവ് ആണെന്ന് വിചാരിച്ചോ, ദാറ്റ് മീൻസ് y1 equal to y2, ദാറ്റ് മീൻസ് y1 minus y2 equal to 0. ദാറ്റ് മീൻസ് we get dark, അല്ലെങ്കിൽ നമുക്ക് ഈ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന വേവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വി ഗെറ്റ് നോ വേവ്, നമുക്കൊരു റിസൾട്ടന്റ് ആയിട്ട് ലൈറ്റ് വേവ് കിട്ടൂല. ദാറ്റ് ഈസ് ദ കേസ്, ആൻഡ് സച്ച് സൂപ്പർപൊസിഷൻ ഈസ് കോൾഡ്, or superposition of waves resulting in minimum intensity is called destructive interference. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇവിടെ നിർത്താണ്, പറഞ്ഞ കാര്യം ഇവിടെ നിർത്താണ്. ബിക്കോസ് ഇനിയും പറഞ്ഞ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, കാരണം ഇത് ബേസിക് കാര്യമാണ്. ഈ മൊഡ്യൂൾ പഠിക്കുന്നതിന് മുമ്പുള്ള ബേസിക് ഡെഫിനിഷനാണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിന്റെ ബേസിക് ഡെഫിനിഷനാണ്. സോ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മനസ്സിലായില്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടും. സോ ഞാൻ ഒന്നും കൂടി പറയാം. ക്രിസ്ത്യൻ ഹൈൻസ് പറഞ്ഞു, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് കഴിഞ്ഞ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചു. സോ നമ്മളൊരു സോഴ്സിൽ നിന്ന് ഒരു ട്രാൻസ്വേഴ്സ് വേവ് വരുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. അതായത് ഈ സോഴ്സ് എന്തുവാ, ഒരു ലൈറ്റ് സോഴ്സ് ആകാം, സൗണ്ട് സോഴ്സ് ആയിരിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഇത് സോഴ്സ് ഓഫ് വേവ് ആണ്. And the peaks are called crest and the valleys are called trough. ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ we can represent it by mathematical function sin. ഇപ്പോൾ y equal to some a sin omega t അല്ലെങ്കിൽ a sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വേവ് ആയിരിക്കും. ഓക്കെ, നൗ വി ആർ സ്റ്റഡിങ് വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ. നമ്മൾ ഈ രണ്ട് വേവിനെ സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി ആർ സൂപ്പർ പോസിങ് ദിസ് വയലറ്റ് വേവ് ആൻഡ് റോസ് വേവ്. The superposition principle says that the resultant displacement resultant amplitude of this wave, നമ്മൾ ഈ രണ്ട് വേവ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വയലറ്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ റോസ് ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആയിരിക്കണം. സോ വി ഗെറ്റ് റിസൾട്ടന്റ് വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടന്റ് വേവ് ഹയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് ദിസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഈസ് ആൾജിബ്രൈക് സം ഓഫ് ദാറ്റ്. സിമിലർലി ഇഫ് യു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി സീൻ ദാറ്റ് ടേക്കിംഗ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ we want to add up the amplitude of this yellow wave, brown wave, brown wave amplitude add ചെയ്യണം. But the vibration particles is in opposite direction. So in each position we get a zero amplitude. That means we get a minimum intensity, and such a superposition of waves resulting in minimum intensity is called destructive interference. Okay, so ഇന്ന് പറഞ്ഞത് ഇത്രയൊക്കെ തന്നെയാണ്. അതായത് ആദ്യം പറഞ്ഞത് ലൈറ്റിന്റെ ഹിസ്റ്ററി പറഞ്ഞു, ലൈറ്റിനെ കുറിച്ച് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ പറഞ്ഞു. ആൻഡ് സ്റ്റിൽ ലൈറ്റ് എന്താണെന്നുള്ള ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണോ, ലൈറ്റ് ഒരു വേവ് ആണോ, നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. സോ വി നീഡ് ക്വാണ്ടം മെക്കാനിക്സ് ടു ഡിഫൈൻ ഇറ്റ്. ഓക്കെ,
സോ തുടങ്ങിയത് നമ്മുടെ മൊഡ്യൂളിന്റെ പേര് വേവ് ഒപ്റ്റിക്സ് എന്നാണ്. സോ റേ ഒപ്റ്റിക്സ് നിങ്ങൾ +2 പഠിച്ച കാര്യമാണ്. വേവ് ഒപ്റ്റിക്സ്, അതായത് ലൈറ്റിനെ നമ്മളൊരു വേവ് ആയിട്ടാണ് ഈ മൊഡ്യൂൾ മൊത്തം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലൈറ്റിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു, ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി പറഞ്ഞു. ആൻഡ് വെൻ തോമസ് യങ് കണ്ടക്ടഡ് ഹിസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, he come to a conclusion that Newton's corpuscular theory is not able to, അല്ലെങ്കിൽ ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി മാത്രം പോലെ ലൈറ്റിനെ ഡിഫൈൻ ചെയ്യാൻ. കോർപ്പസ്കുലർ തിയറി കുറച്ചൊക്കെ കാര്യങ്ങൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലൈറ്റിന്റെ ഇത് പാറ്റേൺ കാണുന്നു, ഒരു ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കാണുന്നു. കോർപ്പസ്കുലർ തിയറി വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ക്രിസ്ത്യൻ ഹൈജൻസ്, ഹീസ് എ ഡച്ച് ഫിസിസ്റ്റ്, he proposed Huygens wave theory, where he said that light travels through medium in form of transverse wave. ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടാണ്. ലൈക്ക് വാട്ടർ വേവ്സ് ട്രാവലിംഗ് ത്രൂ വാട്ടറിലൂടെ വാട്ടർ വേവ്സ് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നു. സിമിലർലി he also said that each source of light acts as a point of disturbance. ഓരോ സോഴ്സ് ഓഫ് ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വേവ്സിന്റെ സോഴ്സും കൂടിയാണ്. അതായത് ഇഫ് ദിസ് ഈസ് എ ബൾബ്, നമ്മൾ ഇതൊരു ബൾബായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ട്രാൻസ്വേഴ്സ് ലൈറ്റ് വേവ്സ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ഓൾ ഡയറക്ഷൻ. ശരിക്കും ഇത് 3 ഡയമെൻഷനിലാണ് ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പക്ഷെ 2 ഡയമെൻഷനിൽ നമുക്കത് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് വാട്ടർ വേവ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് സൂപ്പർ പൊസിഷൻ. സോ ദാറ്റ് മീൻസ് ലൈറ്റ് വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എടുക്കുന്ന സമയത്ത് ഇഫ് വി പ്ലേസ് 2 നിയർ സോഴ്സസ്, ഇപ്പോൾ വാട്ടർ സോഴ്സസ് ആണ്, 2 വാട്ടർ സോഴ്സസ് ആണ്, നിയർ സോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതൊരു ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് വേവ്സ് ആർ സൂപ്പർ ഇമ്പോസിങ്. അതായത് ഇവിടെ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവും മറ്റൊരു സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവും, ട്രാൻസ്വേഴ്സ് വേവ് ഒറിജിനേറ്റിംഗ് ഫ്രം, അല്ലെങ്കിൽ lot of transverse wave originating from these 2 sources or 2 slits interfere each other and give interference pattern. So why it is give interference pattern? എന്തുകൊണ്ട് ഡാർക്ക് ഫ്രിഞ്ചസ് കിട്ടുന്നു? Why we get dark when we adding up light? അത് പറയുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചാണ്. അത് നമ്മൾ ജസ്റ്റ് ആ വേവ് വെച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മൊഡ്യൂൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പറയുന്ന കേൾക്കുന്നില്ലേ? എൻ്റെ നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആരെങ്കിലും ഒരു തംസ് അപ്പ് ഇടൂ കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ പ്രസന്റേഷനൊക്കെ ചില സമയത്ത് മറന്നൊക്കെ പോകും, അത് പറഞ്ഞു തരണം. കാരണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് 20 മിനിറ്റ് കണ്ട് കഴിഞ്ഞിട്ടാണ്. സോ ഞാൻ എന്തായാലും ക്ലാസ് തുടങ്ങുക, പ്രസന്റേഷൻ തുടങ്ങും. അപ്പം ഞാൻ പ്രസന്റേഷൻ തുടങ്ങാൻ മറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയാം സർ പ്രസന്റേഷൻ തുടങ്ങിയിട്ടില്ല. അത് വെറുതെ ഗൂഗിൾ മീറ്റ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കൂല. ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇല്ല. 15 15 17 17. ഓക്കെ, പറഞ്ഞോ. 17 ആ 17 കേട്ടു. 18 മുതൽ പറഞ്ഞോളൂ. 18 ഇല്ലാത്താണോ? 18 ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ 19
20. 21. 22. 23. 24. 25. 26. 27. 28. Absent. Okay. 28. ശരി. 29. 30. 31. 32. 33. 34. 35. 36. 37. 38. 9. 39 ഉണ്ടോ? ഓക്കെ ഓക്കെ. 40 ഉണ്ടോ? ഓക്കെ. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. ഓക്കെ, ഞാനൊരു അബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് 47. ഓക്കെ ഓക്കെ, എങ്കിൽ ഉച്ച കഴിഞ്ഞ് കാണാം. താങ്ക് യു.